ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിയൊന്നും കുതിർത്ത് അരയ്ക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വളരെ കുറച്ച് ചേരുവ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് അവലാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൈകൊണ്ടൊക്കെ ഒന്ന് ഞെവിടി ഈ അവലൊന്ന് കഴുകിയ ശേഷം നമുക്കിത് കൈകൊണ്ടിങ്ങനെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ അതേ കപ്പിന് തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അവലിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ അതേ അളവിൽ തന്നെ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുരളിയുടെ തൈരാണ്. അത് നമുക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞ തൈര് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നല്ലപോലെ ഇങ്ങനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുത്തി നമുക്കൊന്ന് അരച്ചെടുക്കണം. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒന്ന് കോരി ചൂടായ ഒരു പാനിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാൻ. ഒരല്പസമയം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.